എപ്പോ നോക്കിയാലും ഈ 4 ഉറക്കം ചക്ക വെട്ടിയിട്ടാണ് കിടക്കുകയാണ്. അപ്പൊ എവിടെ കയറി പോണം? എവിടെ കയറി പോണ്ട? ഗൈസ്, ഇവർക്കൊരു നൂലുകെട്ട് വേണ്ടേ? നൂലുകെട്ട് നടത്തണോ? ഗൈസ്, ആക്ച്വലി അവരുടെ നൂലുകെട്ട് നടത്താൻ പ്ലാനിലല്ല. ഇന്ന് നമ്മുടെ അയാൾ സൂപ്പർ അയ്യോ തല ഇടിച്ച് ഈ പെണ്ണ്. ഗൈസ്, നമ്മള് എവിടെ പോണ്ടി? നിന്റെ തലയ്ക്ക് എന്ത് പറ്റി? ഓഹോ, അകത്ത് കയറ്. അവളെ മൂത്രം ഒഴിക്കാൻ തുറന്നു വിട്ടു ഗൈസ്. നമ്മുടെ ഐ ആം സൂപ്പർ ഹീറോയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് പോവുകയാണ് ഗൈസ്. അപ്പൊ രാവിലെ നമ്മുടെ പിള്ളേരെ നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ച്. ഗൈസ്, നമുക്ക് വെഡിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയ ചുരിദാറാണ്. നല്ല രസമുണ്ട്. ഇത് ഞാൻ 60 സെക്കൻഡ് 60 പ്ലേസിന് ഓൾ കേരളയിൽ ഇട്ട ഡ്രസ്സുകളിൽ ഒന്നാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് ഐ ആം സൂപ്പർ ഹീറോയുടെ കൊച്ചിന്റെ നൂലുകെട്ടിന്റെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇടവക്കോട് തൊട്ടടുത്താണ്. സന്ദീപ് എത്തിയിട്ടുണ്ട്. നമുക്ക് മേലോട്ട് കയറാം ഗൈസ്. സന്ദീപ് പോവാടാ. എടാ, നീയും അവളും ഒരേ ഡ്രസ് കളറ്. ഗൈസ്, ഇവിടെ വെച്ചാണ് പരിപാടി നടക്കണം. നമ്മൾ ലേറ്റ് ആയി പോകുമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കും നൂലുകെട്ടാനുള്ള കൊച്ചു എത്തണതേ ഉള്ളു. അപ്പൊ പിന്നെ സെറ്റാണ്. എടാ, 2 ദിവസം 2 ഒരാഴ്ചയായി. മകളെ സുഖമാണോ? എടാ, ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് വന്നപ്പോ നിങ്ങൾ ലേറ്റ് ആയി. മിടുക്കൻ, താങ്ക്സ്. ആണല്ലേ? എടാ, ഒരു അച്ഛനാവണേന്റെ സീരിയസ്നെസ് നിന്റെ മുഖത്ത് ഞാൻ കാണുന്നില്ല. വരുമല്ലേ? അകത്തോട്ട് കയറാം. ഞങ്ങൾ അകത്തോട്ട് കയറട്ടെ. ഇവിടെയാണ് സെറ്റപ്പ് കേട്ടോ. ഇടവക്കോട് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അടിപൊളി. വരികയാണ് സുഹൃത്തുക്കളെ, കുഞ്ഞിനെയും കൊണ്ട് ലിറ്റിൽ ടീയും സന്ദീപും. പക്ഷെ ഇത് വെറൈറ്റി നൂല് കേട്ടല്ലേ? കുറച്ച് ന്യൂജൻ മോഡേൺ ആക്കി അവരെടുത്തേക്കാണ് നൂല് കേട്ട്. കൊള്ളാം, പൊളി. ഹലോ ബേബി. അയ്യോ, അവൻ ഗഹനമായി എന്തിനെ കുറിച്ചോ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് കേട്ടാ. മക്കളെ, അമ്മയായിട്ടുള്ള യാത്ര എങ്ങനെയുണ്ട്? അല്ലേ? ടഫാണ്. വിചാരിച്ച് ഭയങ്കര ഈസി ഒക്കെ ആയിരിക്കും. പഴയ മേഘയല്ല. അല്ലല്ലേ? പ്രസവിക്കുന്നതിനെക്കാട്ടിലും പാടാണ്. വെറുതെ നമ്മൾ ആണോ? ഹലോ, നമസ്കാരം. നമ്മളെ ഫ്രണ്ടിന്റെ നമസ്കാരം. നല്ലതായിരുന്നു. നല്ലതാ. പോയിട്ട് പോയോ? എങ്ങനെയല്ലേ? എയർപോർട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്തത്. മൊത്തത്തില് എല്ലാ ആൾക്കാരും കാണുന്നുണ്ടെന്ന്. ആടാ, ഇവര് പോയാ നേരെ തൊട്ട് കാണാൻ ലാസ്റ്റ് തിരിച്ചു വന്ന് അവരെ പെട്ടി പൊട്ടിക്കലും കണ്ട് മൊത്തത്തിൽ കണ്ടു. അതെ അതെ അതെ. എടാ, ഞാൻ ചോദിക്കട്ടെ, അച്ഛനായിട്ട് എങ്ങനെയുണ്ട്? നമുക്ക് നേരത്തെ ഒരു ടെൻഷൻ ഇല്ല, കല്യാണം കഴിഞ്ഞെങ്കിൽ. പക്ഷെ ഇത് നമ്മള് കരഞ്ഞ് എന്നൊക്കെ കേൾക്കുമ്പോ നമ്മള് എവിടെയും നിൽക്കണം, നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അവര് കരഞ്ഞ് ചിലപ്പോ ശ്വാസം പിടിച്ചൊക്കെ കരയും. അപ്പൊ ഞാൻ പിന്നെ ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി. അവിടെ ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ശ്വാസം പിടിച്ച് കരയുന്ന സമയത്ത് അവിടെ നിന്ന് പൊത്ത് പോയി. അല്ല, അത് കരച്ചിലാണ്. ചിലപ്പോ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ വരാം. അപ്പൊ അങ്ങനെ വന്ന് ആശുപത്രി എടുത്തോണ്ട് അവര് ഈ ഒരു ഇത് എന്നെക്കാളും കൂടുതൽ മേഘയാണ്. അവർക്ക് ഭയങ്കരമായിട്ട് ആളെ മാറിപ്പോയി. ചിലപ്പോ ചെറിയ കാര്യം ദേഷ്യം വരും. ഇപ്പൊ കുഴപ്പമില്ല, അതിന് അഡ്ജസ്റ്റ് ആയങ്ങ് വരുമല്ലേ? അതിന് കുറച്ചുകൂടി കഴിയുമ്പോ നമുക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി വരും. കാരണം ഇപ്പൊ മറ്റേ കൊച്ചി കരയണ അത് ഒരു ഇതിലാണ്. നമ്മള് കുറച്ച് നമ്മളെ തന്നെ വൈപ്പർ. അതെ അതെ. അയ്യോ, അവ ആളെ മാറിപ്പോയി. പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ആണാടാ? പെണ്ണാണെന്ന് പറഞ്ഞു, അല്ല ആണാണെന്ന് പറഞ്ഞു മേടിച്ചതാണ്. ആണാ? എടാ, പട്ടി പ്രസവിച്ചടാ. ഞങ്ങള് പ്രഗ്നന്റ് ഒന്നും അറിയുന്നില്ല സുഹൃത്തുക്കളെ. ഞങ്ങൾ എന്താ പരിപാടി? നീ നൂല് കെട്ടില്ലേ? ആണോ? ഓക്കെ, അമ്മ കൂടെ വന്നിട്ട് സെറ്റ് 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 സെറ്റ്. ശരി. കണ്ടിട്ടുള്ളൂ. നേരിട്ട് കണ്ടതിന് സന്തോഷം. നിങ്ങളെ ടീച്ചറൊക്കെ വനിതയിൽ വാങ്ങിച്ചു. വനിതയിൽ മോളല്ലേ? അതുണ്ടായിരുന്നല്ലേ? അതെ. നന്നായിരിക്കും കേട്ടോ. സന്തോഷം. വലിയ ഇഷ്ടം. ഒരുപാട് സന്തോഷം. സന്തോഷം. നമ്മളൊന്നും ഒരു മൈൻഡില്ലേടാ. എന്താടാ നിനക്ക് മൈൻഡില്ല? ഇങ്ങനെ വന്നോണ്ട ഞാൻ എന്റെ മിനി വ്ളോഗിനായിട്ടുള്ള സാധനം. എടാ, നിന്റെ മിനി വ്ളോഗ് എങ്ങനെ പോണ്? സൂപ്പർ ആണോ? ആണെന്താ? ഓ, നീ ഇതൊക്കെ എടുത്താണ് കൂടെ? പൊളി. എടാ, മാമനായല്ല? മാമനാ? ഞാൻ ചാട്ടാനെ വിളിപ്പിക്കുള്ളൂ. എടാ, അതും പറ്റില്ല. നീ മാമ. മാമ ഇവന്മാര്. നീ പലതും പറയുമെങ്കിലും വലിയ പ്രായമില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അല്ല, എന്നാലും എടാ, നിന്റെ മാമ അപ്പൂപ്പന്മാരൊക്കെ സുബിൻ ടാർസൻ. അയ്യോ, സുബിനൊക്കെ അവിടെ ഉണ്ടായിരുന്ന? സുബിനെ
മൊട്ടേ മലയാള സിനിമ കാണാനേക്കാളും ആൾക്കാർ ഇത് കാണും. പുള്ളി വെറൈറ്റി കോസ്റ്റ്യൂമാണെന്ന്. ആടാ കൊള്ളാടാ. എടാ നിന്റെ നിപ്പിളല്ലേ ആയിരിക്കും. അയ്യോ എന്റെ ഉള്ളിലൊന്നുമില്ലാതെ ഉള്ളിലൊന്നും വെച്ച് പെരുമാറുന്ന ആളല്ല. ഒരു ട്രഡീഷണൽ ലുക്കിൽ വരാൻ പറഞ്ഞിട്ട് ഇത്രയും ട്രഡീഷണൽ നീ നേരിയ സാരി കെട്ടി തച്ച ഇങ്ങനത്തെ എല്ലാം വൃത്തിയല്ലേ കൊള്ളാടാ. ഇത് സ്വന്തം കാശ് ചെയ്തതാണ്. വർഷങ്ങളായിട്ട് കുളാബിലൂടെ ജീവിക്കുന്നു. എടാ മാമനായിട്ടുള്ള ജീവിതം എങ്ങനെയുണ്ട്? അവനായിട്ട് നല്ല ജീവിതം അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പക്ഷെ എറണാകുളത്ത് വീട്ടിൽ ട്രിവാൻഡ്രത്തിന് കാലുത്തുള്ള സമയമല്ലോ. സ്വന്തം അനിയത്തിയുടെ കൊച്ചിനെ 2 തൊട്ടേ കണ്ടുള്ളൂ. അവിടെ ആയിരുന്നു പടത്തിന്റെ ഷൂട്ടില് വ്യസന സമേതം വിളിച്ചടാ. നമ്മള് ഉണ്ടായിരുന്നേ കട്ട് ചെയ്ത് പോയോണ്ടാ. നീ കട്ടായി പോയാ? അല്ല സംഭവം സിനിമ ഡ്യൂറേഷൻ കുറച്ചല്ലാട്ടാ. കുറച്ച് സീന് പോയി. അടുത്തേൽ വരുവാടാ ഉറപ്പായിട്ടും. ഓക്കെ പരിപാടി. ഇത് ഈ പുള്ളിക്കാരെ ആരും ഗവനിക്കണേ. അത് നമ്മൾ കുട്ടിയൊക്കെ ഇട്ട് നടന്നിട്ട് ആരും ഗവനിക്കണതാ. എടാ ഗവനിച്ചടാ നീയായിട്ട്. 10 മണിക്ക് ബ്ലൗസ്. അത് പ്രഗ്നൻസി കഴിയുമ്പോ അങ്ങനെയാടാ. നമുക്കത് ഇല്ലാത്തോണ്ടാണ്. പിന്നെ അതാണ്ടാ ഇവിടെ കണ്ണ ഇവിടെ PPM വീട്ടിലാക്കിട്ട് ഒറ്റയ്ക്ക് ജിമ്മിൽ പോയി സൂചിക്കുകയാണ്. അല്ല നമ്മളെ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ ആക്കിയെടുക്കാം. അതെ നമ്മൾ വിചാരിച്ചതാണ്. അതാണ് ഞാൻ ഇതിങ്ങനെ ആക്കി വെച്ചേക്കണേ. കുത്തറ വർത്താനങ്ങൾ പറയാതെ പോടാന്നൊക്കെ നീ ഇങ്ങനെ ആക്കി വെച്ചേക്കണോ? ഓ എല്ലാരും അവന്റെ പിന്നെ അയ്യോ അപ്പൊ അങ്ങനെ ആക്കി വെച്ചേക്കണോ ഞാൻ ബോഡി? അതെ അതെ അതെ. ഓക്കെ പരിപാടികൾ നടക്കട്ടെ ഗൈസ്. അവിടെ നൂലുകെട്ടാണെന്ന് തോന്നുന്നു നടക്കുന്നത്. അതെ അതെ അവൻ നൂലുകെട്ടാണെന്ന് തോന്നുന്നു. അല്ല വളയിടണം നൂല് കെട്ടി. ഓ മൈ ഗോഡ് ഗൈസ് നമ്മളിത് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ക്യാമറ എടുത്തപ്പോഴത്തേക്ക് നൂലുകെട്ട് കഴിഞ്ഞു. അയ്യോടാ മാമന്മാരെല്ലാം ഒരു സൈഡില്, റിലേറ്റീവ്സ് ഞങ്ങളെല്ലാം വേറൊരു സൈഡില്. കുഞ്ഞിനെ വിളിക്കാം. അത് കഴിഞ്ഞിട്ട് നെയിം സെറമണി ഉണ്ട്. വിളിക്കാൻ പോവേണം. എന്തായിരിക്കും പേര്? അതിനൂടെ കേസ് കേട്ട് നോക്കാം. കൊച്ചി പേര് കേൾക്കാനായി കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവൻ പേര് വിളിക്കുന്നു. എന്തിനും ചിരിക്കുന്നത്? ചിരിക്കാനുള്ള പേരായിരുന്നു കൊച്ചി. അതെ പക്ഷെ കൊച്ചിന് അറിയാറുണ്ട്. കൊച്ചിന് ഇഷ്ടപ്പെട്ടതാണ് പേര്. അനൗൺസ് ചെയ്യടാ ഇനി. അവൻ എന്തോ വലിച്ചു നീക്കുന്നു. ഇപ്പൊ എന്തോ വരും കൊച്ചിന്റെ പേര്. പേരെവിടെ? അയ്യോ പേര് അവന്റെ മുതുവിന്റെ ഇടയിലായി പോയേക്ക്. എടാ മുതു മാറ്റടാ. എന്തൊരു പൂ പറഞ്ഞു തൂലികന്നാടാ. ഓ ഗൈസ് മല. കൊച്ചിന്റെ പേര് മല എന്നൊക്കെ പറയുന്ന കണക്ക് കുഞ്ഞിന്റെ പേര് തൂലിക. ഹായ് നല്ല പേര് ഗൈസ് തൂലിക. ഇതാരാ നോക്കൂ സുഹൃത്തുക്കളെ. ഉറ്റുകുറ്റിയോ? അരവിന്ദ് എന്നൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി. അളിയ ബ്ലോഗാണ്. സുഖം വേണ്ടി എനിക്ക്. ഇവള് നമ്മുടെ ഫുൾ വീഡിയോ സ്ഥിരം കാണുന്നതാണ്. ഇതെന്താടാ ഗുളി? ഏത് ചെറുക്കന്റെ? ഗൈസ് നമ്മൾ വിശന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന ചെറിയൊരു ആലോചന ഉണ്ട്. ഗിഫ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ കറക്റ്റ് എങ്ങനെയാ ഗിഫ്റ്റ് കൊടുക്കാൻ സമയത്ത് എത്തിയത്? ഒരു സ്ഥലത്തും സമയത്തെത്താൻ പറ്റിയിട്ടില്ല. എടാ സമയത്ത് എത്തിയപ്പോഴത്തേക്കും ഇന്ന് അവൻ ലേറ്റ് ആയിരുന്നു. 11 മണിക്ക് ഞങ്ങൾ എത്തിയിരുന്നു. ഞാൻ വിളിച്ച് ഏടാ ഭീകര. നിന്റെ ചേട്ടൻ എവിടെയാടാ? ആണ്. അയ്യോ ഗൈസ് അവൻ സേവ് ദ ഡേറ്റിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് കിടക്കുന്ന കിടപ്പാണ്. നമുക്ക് അവനെ പോയി കാണാൻ അതിന്റെ ഇടയിൽ കൂടെ. അത് ഗിഫ്റ്റ് കൊടുക്കട്ടെ ഗൈസ്. കൊച്ചിന് കൊടുക്കാനായിട്ട് നമ്മളൊരു മോതിരം വാങ്ങിച്ചേ. അതിനോടൊപ്പം ഇത് ഞങ്ങൾക്ക് ഈ അടുത്തൊന്നും ഉപയോഗം വരാത്തൊരു സാധനമാണ് ഞങ്ങൾക്ക് വെഡിങ് ഗിഫ്റ്റ് കിട്ടിയത്. ഇത് ഞങ്ങൾ എടുത്തന്നെ ഗൈസ്. പക്ഷെ ഞങ്ങൾക്ക് ഇത് വീട്ടിൽ വെച്ചാൽ ചീത്തയായി പോകത്തേ ഉള്ളൂ. ഇതെന്തിനാണെന്ന് കാണിച്ചു കൊടുത്തേ? ഞങ്ങളുടെ വെഡിങ്ങിന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ കൊച്ചിന്റെ നൂലുകെട്ടിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മറ്റേ എന്താണ് കിറ്റാ, ബേബി കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം സെറ്റ്. അപ്പൊ അതും കൂടെ എടുത്ത് ഗൈസ്. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരുന്ന് അത് വെറുതെ പോകും. എന്തിനാ ബാഗിലൂടെ? എടാ ഇത് അവന് കൊടു. വേണ്ട ഇത് നീ കൊണ്ടുപോയി പണയം വെക്കും. എടാ എന്റെ കല്യാണത്തിനേടാ എനിക്ക് ബേബി ഗിഫ്റ്റ് കിട്ടി. ഇതാണ്ട. അപ്പൊ അത് പിന്നെ ഒരു മോതിരം കൂടെ
ഇത് അന്ന് ആരാണെന്ന് എനിക്ക് അറിയാം ഗൈസ്, അതുകൊണ്ട് ഞാൻ പറയണില്ല. കാരണം ഇത് നമ്മുടെ വീട്ടിൽ ഇരുന്ന് വെറുതെ ചീത്തയായി പോകും ഗൈസ്. അതുകൊണ്ട് അത് ഗുണമുള്ള കൊച്ചിന് കൊടുക്കാം. അതും ഇതും കൂടെ ചേർത്ത് നമ്മൾ കൊടുക്കട്ടെ. എടാ എത്ര ഫോൺ വെച്ചാ നീ വീഡിയോ എടുക്കണത്? 4 ഫോണുണ്ട്. ആണല്ലേ? ഓ അയ്യോ, ബിഹൈൻഡ് ദ സീൻസിന്റെ ബഹളം. തെറ്റിദ്ധരിക്കണം നീലക്കുയിലൊന്നും. മഞ്ഞക്കുയില? എടാ നീയാണോടാ മഞ്ഞക്കുയില്? വരുംകാല കുയിലല്ലേ? എല്ലാ കുയിലുകളൊന്നും മാറി വേഗം കൊടുത്തോട്ട്. അത് കൊടുത്തോടാ. അതെ അതെ. എടാ അതും പിന്നെ ഇത് കൊച്ചിനൊരു ചെറിയൊരു ഓക്കെ. അതെ അതെ. നിന്റെ ഉടുപ്പിന്റെ കഷ്ണമാണോടാ അവളുടെ കിടക്കുന്നത്? ആണല്ലേ? തൂലിക മോളെ ഹലോ. കൊച്ചിന്റെ ബീറോളാ. ഹാപ്പി നൂലിയായിട്ട്. ഓക്കെ, ഇനി മാമനും മാമിയും കൂടെ പോയി എന്തെങ്കിലും കഴിക്കട്ടെ. ഡേ ടു ഡ്രീം മക്കളെ, ഡേ ടു ഡ്രീം. ഓക്കെ സെറ്റ്. ഓക്കെ, വന്നതിൽ സന്തോഷം. ഒരുപാട് സന്തോഷമാടാ. സെറ്റ്. എന്റെ കണ്ണിൽ എന്തോ പോയെന്ന് തോന്നുന്നു. അയ്യോ എന്തൊരു ഇപ്പൊ വന്നിടിച്ചാടാ. വല്ലാത്ത ഇടിയായി പോയി. എന്തോടാ പക്കി വന്നിടിച്ചാടാ. അയ്യോ ഫോട്ടോ എടുക്കണം, ഞങ്ങൾ ഫോട്ടോ എടുക്കണം. എന്തോ താങ്ക് യു താങ്ക് യു. ഞങ്ങൾ ക്യൂവിലാണ് സുഹൃത്തുക്കളെ. അഞ്ചിയുടെ ബിരിയാണിയാണോ? ഓക്കെ, ഞങ്ങൾ പോയി എടുക്കട്ടെ. എന്റെ കണ്ണ് പോയെന്ന് തോന്നുന്നു, അടിച്ചു വരുന്നു. നല്ല അടിച്ചു തോന്നല്ലേ? നല്ല തോന്നുന്നു. എന്തോ പക്കി വന്നിടിച്ചതാണ്. ബ്ലഡി പക്കി. ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ബിരിയാണി അല്ല, ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ പൊളിക്കും. നമ്മളൊന്നും കുറച്ച് ചോറ് അതിന്റെ പാതി മതി. താങ്ക് യു. കറി കഷ്ണം കൂടുതൽ വെച്ചോ. താങ്ക് യു. രണ്ടെണ്ണം കൂടെ വെച്ചോ, ഞാൻ കഴിക്കും. താങ്ക് യു. നമസ്കാരം. ഐസ്ക്രീം. അച്ചാറ് സലാഡാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത്. ഐസ്ക്രീം ഇല്ല. അച്ചാറും ഓക്കെ. നിനക്കാണ് ഐസ്ക്രീം തരണ്ടെന്ന് പറഞ്ഞു. ഓക്കെ കഴിക്കാൻ. ആഹാ, നല്ല സ്വയംഭം പ്ലേറ്റ്. ബിരിയാണിയും ചിക്കൻ ബിരിയാണി അല്ല, ചോറും ചിക്കൻ കറിയും കൂടെ ഇങ്ങനെ കുഴച്ചിട്ട് ചിക്കൻ പീസ് തന്നെ എടുക്കാം. ചിക്കൻ്റെ നല്ലൊരു പീസ് കൊണ്ട് എടുത്ത്. ഐ ആരടാ കൊതി വിട്ടത് എന്റെ പ്ലേറ്റിൽ നോക്കി. ഷോ, കണ്ണിച്ചോര ഇല്ലാത്ത പരിപാടിയായി പോയത്. ഓക്കെ, ചിക്കനോടെ ഇങ്ങനെ എടുത്തിട്ട് അപ്പോഴേക്കണം ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി 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 കഴിച്ചിട്ടില്ല. ഗൈസ്, നമ്മൾ ഈ പൊരി വേലത്തോടെ നിങ്ങൾ എന്തോടാ ചെയ്യണത്? വണ്ടി തുറന്നിട്ടിരുന്നു. ആണ്. അയ്യോ ഹലോ. എടാ എന്തുവാടാ ഇതിന്റെ അകത്ത്? നീ എന്താ ഫുഡൊന്നും തിന്നാൻ വരാത്തത്? ഫോട്ടോഷൂട്ട് നീ ഭയങ്കര പൂക്കിയാന്നൊക്കെ നിന്റെ അനിയൻ പറഞ്ഞല്ലേ? നീ അനിമെ പടമൊക്കെ കാണാൻ പോണെന്നൊക്കെ ഞാൻ കേട്ടു. നീ അനിമെ കാണാറുണ്ടോ? നീ അനിമെ കാണാറുണ്ടോ മക്കളെ? ഓ പ്രൗഡ് ഓഫ് യു. നീ കാണാറുണ്ടോ? ആഹാ അടിപൊളി. എടി കണ്ട അവൾ അനിമെ ഫാനാണെന്ന്. എടാ എവിടെ അവ അവനാരോ തൂക്കി ഗൈസ്. ഡേയ് ഓ ഇവ അനിമെ പടമൊക്കെ കാണാൻ പോണെന്ന്. ട്രിപ്പൊക്കെ നല്ലതായിട്ട് പോയടാ. കല്യാണത്തിന് കാണാൻ ആഗ്രഹം ഉണ്ടടാ. ഷൂട്ടടാ അന്ന്. എടാ അവര് പൈസയുടെ പരിപാടിയാണ്, ഇടിക്കും പിടിച്ച്. ഓ അപ്പൊ എന്തായാലും നിങ്ങളെ കല്യാണത്തിന് മുന്നേ ഒന്നുകൂടെ കാണാൻ പറ്റിയ സന്തോഷം. എന്തായിരുന്നു പരിപാടി? അമ്നീഷിന്നൊക്കെ. അതെ രാവിലെ ഇറങ്ങിയത് 6 മണിക്ക് ഇറങ്ങിയതാ. നീ എന്നാലും ഇവിടെ ഉദിക്കും മുമ്പേ വന്നാലേ ഫോട്ടോ ഇട്ടോളൂ പറഞ്ഞ് വിളിച്ചോണ്ട്. ആണാ? എന്നിട്ട് കിട്ടിയ ഫോട്ടോയൊക്കെ? എടാ എങ്ങനെയുണ്ടാ ബിഫോർ? ഇങ്ങോട്ട് വന്നാണ് തള്ളത്തോട്ട് വെക്കാം. മൊട്ട വെയിലത്ത് നിന്ന് എന്തെന്ന് പുഴുകണത്. ഓഹോ പെട്ടെന്ന് ഓടി വേണം. അതൊരു പക്കി വന്നിടിച്ചേടാ. അതൊരു വൃത്തികെട്ട പക്കിയാണ്. എന്റെ കണ്ണ് പണി വന്നിട്ടിരിക്കുകയാണ്. നീ ലെൻസ് വെച്ചാടാ? ഇല്ലല്ലേ? അപ്പൊ എടാ എങ്ങനെയുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ജീവിതം? ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആണാ? എടാ പാടാ മക്കളെ പാ. എടാ നിന്റെ ചേട്ടനിൽ നീ കണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഫോണ് വിളിക്കുന്നു, സംസാരിക്കുന്നു. അതാണോ മാറ്റം? അല്ല ഇതൊക്കെ ഇരുന്ന് കേക്കട്ടെ. നിനക്ക് മാറിയിട്ട് സംസാരിച്ചൂടാ? മാറിയിരുന്നാ സംസാരിക്കാം. ഒരുപാട് സംസാരിക്കാം. അവൻ റൊമാൻറ്റിക് ആണോടാ?
ആണ് അവള് റൊമാൻറ്റിക് വരാൻ പാടാ കുറച്ച്. അതാണല്ലേ ഒരു പൂവെപ്പിക്കാൻ പറ്റുന്ന പാട് ഇരിക്കണില്ല. സേവ് ദ ഡേറ്റ് ഒന്ന് ഇറങ്ങും. അത് അറിഞ്ഞതാ ഡേറ്റ് നമ്മളല്ലേ. ഓ 5 ദിവസത്തിനകത്ത് കല്യാണം തന്നെ ഒരു 5 ദിവസം മുന്നേ ആണോ? ഇറങ്ങും. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും മുൻകൂറായിട്ട് ഹാപ്പി മാരീഡ് ലൈഫ്. എടാ ഷൂട്ട് ആണെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തായാലും മാക്സിമം എത്താൻ നോക്കാം കേട്ടോ. അപ്പൊ ശരി, ടാറ്റ കൊടുത്തോളൂ അതിന്റെ അടുത്ത്. ഞങ്ങൾ ഇനി പതുക്കെ ഉയ്യോ വിയർത്ത് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങട്ടെ. എന്തുവാണ് ഇത്? ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. ഓ ഗൈസ്, അവിടെ നിന്ന് ഇറങ്ങി സന്ദീപ് വണ്ടിയും കൊണ്ട് സർവീസ് സെന്ററിലോട്ട് പോയി. കാരണം ബാക്കിലത്തെ മറ്റേ സെൻസർ ഇതുവരെ ശരിയായില്ല. ഞങ്ങൾക്ക് ഇനി തലയില് ഒരു GFC എടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് സെറീൻസിൽ പോയിട്ട് ക്ലിനിക്കിൽ ഫേസ് ഒന്ന് കാണിക്കണം. നമ്മുടെ റുട്ടീൻ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ ഞങ്ങള് സ്റ്റാർബക്സിലോട്ട് വന്നു. ഇത് അവളുടെ എന്തോ ഒരു പൊട്ടിത്തെറിയും, ഇത് എന്റെ ഒരു കോഫിയും. അപ്പം പക്ഷേ ടാറ്റ ഓർഡറാ. ബൈ ഗൈസ്, അടുത്ത വ്ളോഗിൽ കാണാം. ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുന്നു. അപ്പോ ഹാപ്പി നൂലുകെട്ടൽ ടു തൂലിക. ലവ് യു മക്കളെ. ബൈ ബൈ ഗൈസ്.